അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം എന്താണെന്നറിയാം? നോക്കാം നമുക്ക്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനാ കരട് നിർമ്മാണ സമിതിയിലെ അംഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് എന്തോന്ന്? അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? പരീക്ഷയിൽ PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ താഴെ പറയുന്നവരിൽ ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് എന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അത് നമ്മൾ പഠിച്ചു വെക്കാനുള്ള എളുപ്പ വഴിയാണ് എന്തോന്ന്? അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമുക്ക് ആദ്യമായിട്ട്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്താണ്? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യുന്നത്? ഫൈനലൈസേഷനിൽ എത്തിക്കുന്നത്. മനസ്സിലായല്ലോ? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് ഇത് എത്തിക്കുന്നത്. അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അല്ലേ? ഡോക്ടർ BR അംബേദ്കർ 1947 ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1947 ഓഗസ്റ്റ് 29-ാം തീയതിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത്. ഇത് മറന്നു പോകരുത്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കും. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് ഭരണഘടനാ കരട് നിർമ്മാണ സമിതി. ഓക്കെ, കരട് നിർമ്മാണ സമിതി, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 29-ാം തീയതിയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിതമാകുന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29-നാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമായത്. മറന്നു പോകരുത്, ഓഗസ്റ്റ് 29-നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നത്. മറന്നു പോകരുത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്ത് ചെയ്തു? ഭരണഘടനാ നിർമ്മാണത്തിന്റെ ഒരു കരടൊക്കെ ഫൈനലൈസേഷനിൽ എത്തിക്കുന്ന ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിനെ നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? ഭരണഘടനയുടെ ശില്പിയായിട്ട് എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അപ്പോൾ 1947 ഓഗസ്റ്റ് 29-ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകൃതമാകുന്നു. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്, അല്ലെ? BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. മറന്നുപോയത്. എത്ര അംഗങ്ങളാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം? അതും ചോദിക്കും. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള കോഡാണ് എന്തോന്ന്? അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. മറന്നു പോകരുത്, കപ്പലണ്ടി അല്ല, മിച്ചർ വേണം. അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം, മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ. എന്ന് പറഞ്ഞാൽ ആരാണ്? അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ, അല്ലെ? ഡോക്ടർ BR അംബേദ്കർ ആണ് എന്ന് പറഞ്ഞാൽ, അല്ലെ? ഡോക്ടർ BR അംബേദ്കർ, അല്ലെ? BR അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ ആണ് അല്ലെ? ഓക്കെ, ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. മറന്നു പോരുത്. ഇദ്ദേഹം ആരായിരുന്നു? ചെയർമാൻ ആയിരുന്നു. അംബേദ്കർ എന്ന് പറയുന്നത് വെറും ആളല്ല. ആരായിരുന്നു? ചെയർമാൻ ആയിരുന്നു. ഓക്കെ, അംബേദ്കർ ആരായിരുന്നു? ചെയർമാൻ ആയിരുന്നു അംബേദ്കർ. മറന്നു പോരുത്. നെക്സ്റ്റ്, അടുത്ത് അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. രണ്ടാമത്തെ അടുത്ത ലെറ്റർ എം. എന്തായിരുന്നു? KM മുൻഷി. ആരായിരുന്നു? KM മുൻഷിയാണ്. രണ്ടാമത്തെ ആൾ ആരാണ്? KM മുൻഷി. ആദ്യത്തെ അംബേദ്കർ, രണ്ടാമത്തെ ലെറ്റർ M ആയിട്ടുള്ളത് ആരാണ്? KM മുൻഷി. ഇദ്ദേഹത്തെ അറിയാമോ? വനമഹോത്സവം സംഘടിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ് വനമഹോത്സവം സംഘടിപ്പിച്ചത്, അല്ലെ? അതുപോലെ തന്നെ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതും ആരാണ്? KM മുൻഷിയാണ്. ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചതും KM മുൻഷിയാണ്. അപ്പോൾ അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. രണ്ടുപേരെ നമ്മൾ പഠിച്ചു. എന്ന് പറയുന്ന അംബേദ്കർ, M എന്ന് പറയുന്നത് മുൻഷി, KM മുൻഷിയാണ്, അല്ലെ? മൂന്നാമത്തെ ആള് മുഹമ്മദ് സാദുള്ള. മൂന്നാമത്തെ ആൾ ആരാണ്? മുഹമ്മദ് സാദുള്ള. ഓക്കെ, അംബേദ്കർ, മുൻഷി, മുഹമ്മദ് സാദുള്ള. മൂന്നാമത്തെ ആൾ ആരാണ്? M ആരാണ്? മുഹമ്മദ് സാദുള്ള. അടുത്ത ആരാണ്?
അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അടുത്ത എ ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഇപ്പൊ എത്ര പേരായി? 4 പേരായി. 1 2 3 4 പേരായി. ഇനി 3 പേരെയും കൂടെ നമ്മൾ പഠിക്കണം. എത്ര പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ളത്? മറന്നു പോകരുത്, 7 പേരാണ്. എൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്, അല്ലെ? ആദ്യത്തെ എ ആരാണ്? അംബേദ്കർ. എം ആരാണ്? മുൻഷി, കെ എം മുൻഷി. അടുത്ത എം ആരാണ്? മുഹമ്മദ് സാദുള്ള. അടുത്ത എ ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളിനെ പഠിക്കാം. എന്താണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ കഴിഞ്ഞ ആരാണ്? അടുത്ത ആരാണ്? അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യത്തെ എം നമ്മൾ അംബേദ്കർ ആണ്. ആദ്യത്തെ എ അംബേദ്കർ ആണ്. രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ള എം ആരാണ്? കെ എം മുൻഷിയാണ്. മൂന്നാമത്തെ ലെറ്റർ ആയിട്ടുള്ള എം ആരാണ്? മുഹമ്മദ് സാദുള്ളയാണ്. അടുത്ത എ ആരാണ്? നാലാമത്തെ ലെറ്റർ ആയിട്ടുള്ള എ ആരാണ്? അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത് അമ്മയ്ക്ക് ജി കെ, അല്ലെ? ജി കെയിൽ ജി, എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. മനസ്സിലായല്ലോ? അപ്പൊ എത്ര പേരായി? 5 പേരായി, അല്ലെ? ഇനി 2 പേരാണുള്ളത്. 5 പേരായി. ഓക്കെ, ഇനി അടുത്ത് കെ. കെ ആരാണ്? നമുക്കൊരു ഫാൻ ഉണ്ടല്ലോ, അറിയാമോ? എന്താണ്? ഉഷയോ? ഉഷയല്ല. ഏതാണ്? ഖെയ്ത്താൻ. ഡി പി ഖെയ്ത്താൻ. ഡി പി ഖെയ്ത്താൻ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഫാൻ ഉള്ളതായിട്ട്? ഡി പി ഖെയ്ത്താൻ. എത്രാമത്തെ ആളാണ്? 6ാമത്തെ ആളാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 6ാമത്തെ അംഗമാണ് ആര്? ഡി പി ഖെയ്ത്താൻ. മറന്നു പോകരുത്, ഫാൻ ഓർമ്മിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഫാന് ഓർമ്മിച്ചാൽ മതി. ഖെയ്ത്താൻ ഫാൻ, അല്ലെ? ഡി പി ഖെയ്ത്താൻ. അടുത്ത് 7ാമത്തെ ആളാരാണ്? മിച്ചർ, അല്ലേ? മിച്ചർ അല്ല, ഞാനത് പറഞ്ഞതാ ഓർക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. മിച്ചർ അല്ല, പിന്നെ ആരാണ്? മിത്തർ. ബി എൽ മിത്തർ. ബി എൽ മിത്തർ. ബി എൽ മിത്തർ. 7ാമത്തെ ആളാരാണ്? ബി എൽ മിത്തർ. അദ്ദേഹം തന്നെ ചിരിക്കുകയാണ്. മിച്ചർ, അദ്ദേഹത്തെ മിത്തറിനെ നമ്മൾ മിച്ചറാക്കി, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോ എത്ര പേരായി? 7 പേരായില്ലേ? 7 പേരായി. എത്രയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗസംഖ്യ? എത്രയാണ്? 7 ആണ്, അല്ലേ? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ, അല്ലെ? അപ്പൊ അതില് 1ാമത്തെ ആൾ അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. അതിൽ എ അംബേദ്കർ, എം കെ എം മുൻഷി, അല്ലെ? അടുത്ത എം മുഹമ്മദ് സാദുള്ള. ഓക്കെ, അടുത്ത എ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത് ജി കെ, അല്ലെ? ജി കെ, ജി എന്താണ്? എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. കെ ആരാണ്? ഫാൻ ഓർത്താൽ മതി, അല്ലെ? ഡി പി ഖെയ്ത്താൻ. മറന്നു പോവോ? ഒന്നുകൂടെ പറഞ്ഞേ. അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം, അല്ലെ? അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. മാറിപ്പോകരുത്, കപ്പലണ്ടി ആയി പോകരുത്. ഓക്കെ, അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. എ അംബേദ്കർ, എം കെ എം മുൻഷി, എം നെക്സ്റ്റ് എം ആരാണ്? മുഹമ്മദ് സാദുള്ള. എ അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്ത് ജി കെ, ജി എൻ ഗോപാലസ്വാമി അയ്യങ്കാർ. കെ ഫാന്, അല്ലെ? ഖെയ്ത്താൻ. ഓക്കെ, അടുത്ത് മിച്ചർ, മിത്തർ. മിച്ചർ ആരാണ്? മിത്തറാണ്, അല്ലെ? മിച്ചർ മിത്തറാണ്. പഠിച്ചില്ലേ? 7 പേരെ പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഇവരെ കൂടാതെ 2 പേരും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ വരുന്നുണ്ട്. അതായത് ഒരാൾ സുഖമില്ലാതെ മാറുന്നു, ഒരാൾ മരിച്ചു പോകുന്നു. അതുകൊണ്ട് ആരാണ്? ഡി പി ഖെയ്ത്താന് പകരമായിട്ട് എന്ത് ചെയ്തു? റീപ്ലേസ്ഡ് ബൈ ടി ടി കൃഷ്ണമാചാരി. മനസ്സിലാവുന്നുണ്ടോ? ഡി പി ഖെയ്ത്താന് പകരമായിട്ട് ആര് വന്നു? കൃഷ്ണമാചാരി വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇദ്ദേഹം മാറിയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പകരമായിട്ട് കൃഷ്ണമാചാരി. അവിടെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. പേരിന്റെ അക്ഷരം കെ അല്ലേ? ഖെയ്ത്താന്റെ ആദ്യത്തെ അക്ഷരം മനസ്സിലായല്ലേ? കെ അല്ലേ? അപ്പോൾ ഇവിടെയും കെ ആണ്, കൃഷ്ണമാചാരിയാണ് വന്നത്. മനസ്സിലായല്ലേ? ഇനി അടുത്ത ബി എൽ മിത്തറിന് പകരമായിട്ട് ആര് വന്നു? മാധവറാവു വന്നു. മിത്തറിന് പകരമായിട്ട് മാധവറാവു വന്നു. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യത്തെ ലെറ്റർ എം ആണ്, ഇവിടെയും എം ആണ്. മാധവറാവു. അപ്പോൾ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ, കരട് നിർമ്മാണ സമിതിയിൽ ഡി പി ഖെയ്ത്താന് പകരമായിട്ട് വന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ട് ഇവരുടെ 2 പേരുടെ പേരും കാണും കൂട്ടത്തിൽ. മാറിപ്പോകരുത്. ഖെയ്ത്താന് പകരമായിട്ട് വന്നത് കെ പേരിന്റെ അക്ഷരമുള്ള കൃഷ്ണമാചാരിയും മാധവറാവുവാണ് പിന്നീട് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഖെയ്ത്താന് പകരമായിട്ട് കെ അല്ലെ? കെ കൃഷ്ണമാചാരിയും മിത്തറിന് പകരമായിട്ട് എം എം അല്ലെ? എം മാധവറാവു, എൻ മാധവറാവു, അല്ലെ? മിത്തർ എം, മാധവറാവു എം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. മറന്നുപോവോ? അമ്മയ്ക്ക് ജി കെ പഠിക്കാൻ മിച്ചർ വേണം. ഇനി ഒരിക്കലും മറക്കരുത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്?
ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരായിരുന്നു? കേട്ടോ, WPC വിമൻ പോലീസ് കോൺസ്റ്റബിൾ 2016 ചോദിച്ചതാണ് അല്ലേ. ശ്രദ്ധിക്കുക, 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, മാധവറാവു, ആരാണ്? ഗോപാൽ പ്രഭു. ഇവരിൽ ആരാണ് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതെ ഇരുന്നത് അല്ലേ? ഗോപാലസ്വാമി അയ്യങ്കാർ ഉണ്ടോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ? ഉണ്ട് അല്ലേ. KM മുൻഷി ഉണ്ടോ? ഉണ്ട് അല്ലേ. മാധവറാവു ഉണ്ടോ? ഉണ്ട് അല്ലേ. ആർക്ക് പകരം വന്നതാണ്? BL മിത്തറിന് പകരം വന്നതാണ് മാധവറാവു. മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഗോപാൽ പ്രഭു ഉണ്ടോ? ഇല്ല. അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം അല്ലേ. ആരൊക്കെയാണ്? BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, GK അല്ലേ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഖെയ്ത്താൻ അല്ലേ. ഇതിൽ ഇനി ഏഴാമത്തെ ആളാരാണ്? BL മിത്തർ അല്ലേ. BL മിത്തർ. ഓക്കെ. ഇതിൽ നമ്മുടെ എന്താണ് DP ഖെയ്ത്താനും പകരമായിട്ട് ആര് വരുന്നു? കൃഷ്ണമാചാരി വരുന്നു അല്ലേ. KK കൃഷ്ണമാചാരി വരുന്നു. ഖെയ്ത്താന് പകരമായിട്ട് കൃഷ്ണമാചാരി വരുന്നു. അതുപോലെ തന്നെ BL മിത്തറിന് പകരമായിട്ട് മാധവറാവു വരുന്നു. ആ മാധവറാവു ആണ് ഈ മാധവറാവു. മനസ്സിലായല്ലോ. ഓക്കെ. അപ്പൊ ഇതിലില്ലാത്ത ആളാരാണ്? ഗോപാൽ പ്രഭു. സംശയം എന്താ? ഗോപാൽ പ്രഭു. അപ്പൊ അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണമെങ്കിൽ എന്ത് അറിയാം? നമുക്ക് എന്തറിയാം? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പഠിച്ചിരിക്കും. മറന്നു പോകരുത്. ഓക്കെ. അപ്പോൾ ഇനി അതുപോലെ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. എന്താണ്? വൺ ഓഫ് ദ മെമ്പേഴ്സ് വാസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, SIക്ക് ചോദിച്ചാണ്, SI പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഡിഗ്രി ലെവൽ. അതും കൂടെ നമുക്ക് മനസ്സിലാക്കി വെക്കുക. അതിൽ അംബേദ്കർ, നെഹ്റു, മാധവറാവു, ആരാണ്? KM മുൻഷി. കണ്ടോ, നമ്മൾ നേരത്തെ അറിയാലോ. നമുക്ക് അംബേദ്കർ ഇതിലുണ്ട്, മാധവറാവു ഉണ്ട്, നെഹ്റു ഉണ്ട്, മുൻഷി ഉണ്ട് അല്ലെ. നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമാണോ? നെഹ്റു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ല. അപ്പൊ ആൻസർ ഏതാണ്? ജവഹർലാൽ നെഹ്റു അല്ലെ. നെഹ്റു. അപ്പൊ മനസ്സിലായല്ലോ. ഈ അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണമെന്നുള്ളത് പഠിച്ചു വെച്ചാൽ ഒരു മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എടുക്കാം. ഓക്കെ. ഇനി നമ്മൾ അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് എന്നാണ്? 1947 ഓഗസ്റ്റ് 29. മറന്നു പോകരുത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിക്കുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് 1947 ഓഗസ്റ്റ് 29. എത്ര അംഗങ്ങളുണ്ടായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ? എത്ര അംഗങ്ങളുണ്ടായിരുന്നു? 7 അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആ 2 പേര് പോയപ്പോൾ ആരൊക്കെ പോയി? അവസാനത്തെ 2 പേര് അല്ലേ. ആരൊക്കെയാണ്? ഖെയ്ത്താനും മിത്തറും പോകുന്നു. അതിന് പകരമായിട്ട് വന്നയാളാണ്, ഖെയ്ത്താന് പകരമായിട്ട് പേരിന്റെ അക്ഷരം KK ആരാണ്? കൃഷ്ണമാചാരി വരുന്നു. അടുത്ത് മിത്തറിന്റെ പേരിന്റെ MM ആര് വരുന്നു? മാധവറാവു വരുന്നു. കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പഠിച്ചു വെക്കുക, മറന്നു പോകരുത്. ഓക്കെ. ഇനി നമ്മുടെ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കളിയാക്കിയാണ് ഒരാൾ കേട്ടോ. ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് എന്ത് ചെയ്തു? കളിയാക്കിയത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദാണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കളിയാക്കിയത് ആരാണ്? നസറുദ്ദീൻ അഹമ്മദാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് കളിയാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ നസറുദ്ദീൻ അഹമ്മദാണ്. അപ്പൊ ഇനി ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമ്മുടെ ഭരണഘടനയുടെ എന്ത് ചെയ്തു? ഡ്രാഫ്റ്റ് ഒക്കെ തയ്യാറാക്കിയെന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു അല്ലേ. ഓക്കെ. എന്നാൽ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാന്ന് ചോദിച്ചാൽ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ, മുഖ്യമായിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, ഭരണഘടനയുടെ മുഖ്യമായിട്ടുള്ള ഡ്രാഫ്റ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? SN മുഖർജിയാണ്. SN മുഖർജിയാണ് ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്, SN മുഖർജിയാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? BR അംബേദ്കർ. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SN മുഖർജിയാണ്. പക്ഷേ ഇദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമാണോ? അല്ല. പക്ഷേ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? SN മുഖർജിയാണ്. ഓക്കെ. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BN റാവു ആണ്. പ്രത്യേകം പഠിച്ചു വെക്കുക. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? BN റാവു ആണ്. ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SN മുഖർജി ആണ് അല്ലെ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? BR അംബേദ്കർ ആണ്. അപ്പോൾ ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് ആരാണ്? BN
റാവു ആണ്. ആരാണ് ഈ BN റാവു? നമ്മൾ നേരത്തെ പഠിച്ചു, ഭരണഘടനാ നിർമ്മാണ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ, ഉപദേശകനായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നു BN റാവു. കൂടാതെ തന്നെ എന്താണ്, അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ജഡ്ജായ ആദ്യത്തെ ഇന്ത്യക്കാരനുമായിരുന്നു ആര്? BN റാവു എന്ന് പറയുന്നത്. മനസ്സിലായല്ലേ? അപ്പൊ ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ എന്ന് പറയുന്നത് SN മുഖർജി. പിന്നെ എന്താണ്, നക്കൽ തയ്യാറാക്കിയത്, കരട് തയ്യാറാക്കിയത് ആരാണ്? ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. ഇനി അതുപോലെ തന്നെ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേം ബിഹാരി നാരായൺ റൈസദ. പ്രേം ബിഹാരി നാരായൺ റൈസദ. ഓക്കെ, ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കിയ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എന്ത് ചെയ്തു? എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഈ പ്രേം ബിഹാരി നാരായൺ റൈസദ എന്ന് പറയുന്ന അദ്ദേഹമാണ് ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി എന്ത് ചെയ്തു? എഴുതി തയ്യാറാക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. എന്നാൽ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാലോ? ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ്. നന്ദലാൽ ബോസാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ശാന്തിനികേതനിൽ നിന്നുള്ള കുറേ ചിത്രകാരന്മാരാണ് ഇതിന്റെ കാലിഗ്രാഫിയൊക്കെ എന്ത് ചെയ്തു ചെയ്തത്, ചിത്രപ്പണികളൊക്കെ ചെയ്തത്. കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ്, അല്ലെ? എന്നാൽ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്, അല്ലെ? ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? SN മുഖർജി ആണ്. എന്നാൽ നക്കൽ തയ്യാറാക്കിയത് ആരാണ്? BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകൻ ആരാണ്? BN റാവു ആണ്, അല്ലെ? എന്നാൽ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ്? ഒറിജിനൽ റൈറ്റർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാണ്? പ്രേം ബിഹാരി നാരായൺ റൈസദ, അല്ലെ? കവർ പേജ് തയ്യാറാക്കിയത് ആരാണ്? നന്ദലാൽ ബോസാണ്. ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിന്റിംഗ്, അല്ലെ? ഇന്ത്യൻ ചിത്രകലയുടെ, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് നന്ദലാൽ ബോസിനെയാണ്. 2017 LDCക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നുള്ള ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിന്റെയാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് നന്ദലാൽ ബോസിന്റെയാണ്, അല്ലെ? അപ്പോൾ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് ആരുടെ ചിത്രമാണ്? നന്ദലാൽ ബോസിന്റെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്നത് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഉറക്കത്തിലായാലും വിളിച്ചു പറയണം. എന്താണ്? അമ്മയ്ക്ക് GK പഠിക്കാൻ മിച്ചർ വേണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ. PSC പരീക്ഷാ പരിശീലനത്തിലും പുസ്തക പ്രസിദ്ധീകരണത്തിലും നവീനമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ടാലന്റ് അക്കാഡമിയുടെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന കൂടുതൽ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ടാലന്റ് അക്കാഡമി. മാത്രമല്ല VEO, LDC, KAS തുടങ്ങി ഓരോ പരീക്ഷയ്ക്കും ആവശ്യമായ സിലബസ് അനുസരിച്ചുള്ള ഓൺലൈൻ ക്ലാസുകളും ലഭ്യമാണ്. For more details, call 9072365747. Ring a call, get a job.